വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടുകൾ സമാഹരിക്കാനാകുമെന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുള്ള അനുകൂല ഘടകമായി വിലയിരുത്തപ്പെടുന്നത്. വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്ന് പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതു സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് നീക്കം. മോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കാൻ SP, BSP പാർട്ടികളുമായി കോൺഗ്രസ് ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. പ്രിയങ്ക മത്സരിക്കുമെന്നതിനാൽ വാരണാസിയിൽ മഹാഗഠബന്ധൻ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണ് എങ്കിൽ പിന്തുണയ്ക്കാമെന്ന നിലപാടാണ് SP, BSP സഖ്യം നേരത്തെ സ്വീകരിച്ചത്. ഇരു പാർട്ടികളുടെയും പിന്തുണ പ്രിയങ്കയ്ക്ക് ലഭിച്ചാൽ മോദിയുടെ പരാജയം ഉറപ്പാക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. പ്രിയങ്കയെ വാരണാസിയിൽ മത്സരിപ്പിച്ചാൽ അത് കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക ചില നേതാക്കൾക്കുണ്ട്. എന്നാൽ അവസാന ഘട്ടത്തിലാണ് വാരണാസിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയുടെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ് വാരണാസി. 1991 മുതൽ 2014 വരെയുള്ള 7 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഒപ്പം നിന്ന മണ്ഡലം. എന്നാൽ ഇത്തവണ മോദിക്കെതിരായ വികാരമാണ് മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി മത്സരിക്കാനായി സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം തേടുകയാണ്. ദില്ലിയിൽ നരേന്ദ്രമോദി മത്സരിച്ചേക്കും എന്നാണ് അവസാനമായി വന്ന റിപ്പോർട്ട്. ദില്ലിയിൽ നരേന്ദ്രമോദി മത്സരിക്കുകയാണ് എങ്കിൽ ദില്ലിയിലെ മുഴുവൻ സീറ്റുകളും BJPക്ക് നേടാൻ സാധിക്കുമെന്നതാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.